ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ ആംഗ്ല സ്വാമിനാഥനെ വിളിച്ച് നമ്മളൊരു 2 മാസം ടൂർ പോകുന്ന കാര്യം അയാളോട് പറ. 2 മാസോ? അതിന് എനിക്ക് 2 മാസത്തെ ലീവ് ഇല്ല. അതിന് 2 മാസം മെഡിക്കൽ ലീവ് എടുത്താൽ പോരെ? തീർന്നില്ല പ്രശ്നം. ശമ്പളമില്ലാതെ ലീവ് എടുക്കാനുള്ള പ്രൊവിഷനൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്തിട്ടുണ്ട്. നീ ഒരു സൈൻ ചെയ്താൽ മാത്രം മതി. നീ പോലും അറിയാതെ നിന്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ എനിക്ക് ചെയ്യാൻ അറിയാൻ കഴിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അതല്ലോ എൻ്റെ ഒരു മര്യാദ. ഒപ്പിടുന്ന നീ അറിയണ്ടേ ഒപ്പിട്ട കാര്യം. അത്രയെങ്കിലും മര്യാദ ഞാൻ നിന്നോട് കാണിക്കണ്ടേ? നിന്റെ കൈ കൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ സൈൻ ഒന്ന് ഫോർവേഡ് ചെയ്തേ. എന്തെങ്കിലും പകച്ചു നോക്കുന്നേ? തല പോകുന്ന കാര്യമൊന്നുമല്ലല്ലോ ഞാൻ മായയോട് ചെയ്യാൻ പറഞ്ഞത്. ഉറപ്പിടുന്ന കാര്യമല്ലേ? ഈ ബട്ടണിലൊന്ന് സോഫ്റ്റായിട്ട് ടച്ച് ചെയ്തേ. വേഗമാവട്ടെ. വെറുതെ എന്തിനാ എന്നെ പ്രൊവോക്ക് ചെയ്യുന്നത്? ഞാനൊരു പാവല്ലേ? നീ സൈൻ ചെയ്യുന്നോ അതോ ഞാൻ തന്നെ ഫോർവേഡ് ചെയ്യണോ? അങ്ങനെ സംഭവിച്ച പിന്നെ അറിയാലോ ഞാൻ എന്തൊക്കെയാ പിന്നെ കാട്ടിക്കൂട്ടാന്ന്. ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോളെ നിന്റെ അമ്മയ്ക്ക് കുറച്ച് സുബുദ്ധി ഉണ്ടാവട്ടെ. വേഗമാവട്ടെ. എനിക്ക് കുറച്ച് പണികൾ ബാക്കി കിടക്കുന്നുണ്ട്. ഒരു ദീർഘയാത്ര എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമാണോ? അതെ, വിശദമായിട്ട് വായിച്ചു നോക്കിയിട്ട് ഒപ്പിട്ടാൽ മതി. എന്താ വായിച്ചു ബോധ്യപ്പെട്ടോ? എന്നാ പിന്നെ ഒപ്പിട്ടുള്ളൂ. അപ്പൊ ആ ചടങ്ങ് കഴിഞ്ഞു. നീ 2 മാസം ലീവ് എടുത്തു കഴിഞ്ഞു. ഇനി നാഥനെ വിളിക്കണം. നമ്മൾ പോകുന്ന കാര്യം നീ തന്നെ അയാളെ വിളിച്ചു പറ. സംസാരിക്കേ. സംസാരിക്കേ. എന്താ മയെ പറ. ഏട്ടാ, ഞങ്ങള് 2 മാസത്തേക്കൊരു യാത്ര പോകുന്നു. 2 മാസത്തേക്കോ? അപ്പൊ നിന്റെ ജോലിയോ? ഞാൻ ലോങ് ലീവ് എടുത്തു.